ഏവർക്കും നമസ്കാരം. ഈ എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് എങ്ങനെ ഒരു ബാലൻസ് ഷീറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഒരു കൊമേഴ്സ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് എന്ന് വിളിക്കുന്നത് പരീക്ഷയ്ക്ക് ഒരു കമ്പൽസറി ചോദ്യമാണ്. +1 പരീക്ഷയാണെങ്കിലും ഫസ്റ്റ് ഇയർ BCom പരീക്ഷയാണെങ്കിലും കമ്പൽസറി ആയിട്ടുള്ള ഒരു ചോദ്യമാണ് പ്രിപ്പയർ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. വെരി സിമ്പിൾ, ഈസി ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇപ്പോൾ പറഞ്ഞു തരാം. ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യ ചോദ്യം, ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാലൻസ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് prepared at the end of a given period of time in order to find out the financial position. ഒറ്റയടിക്ക് പഠിക്കാനേ ഉള്ളൂ. ബാലൻസ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് prepared at the end of a given period of time in order to find out the financial position. അപ്പോൾ സാമ്പത്തിക നില, സാമ്പത്തിക അവസ്ഥ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു പീരീഡിന്റെ അവസാനം പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ്. അപ്പൊ ബാലൻസ് ഷീറ്റ് നമുക്ക് മനസ്സിലായി, തിയറി ചോദിച്ചാൽ നമുക്ക് മനസ്സിലായി, ബാലൻസ് ഷീറ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതിനകത്ത് എന്തൊക്കെയുള്ളൂ? ഫൈനാൻഷ്യൽ പൊസിഷൻ അറിയുന്നതിന് വേണ്ടിയുള്ള അവസാനത്തെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ്. അപ്പം ഒരു ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതാണ് ബാലൻസ് ഷീറ്റിന്റെ ഒരു ഫോം. ബാലൻസ് ഷീറ്റ് ആസ് അറ്റ് 31 ഡിസംബർ 2019. ഒരു പീരീഡിലാണ് പ്രിപ്പയർ. ഞാൻ നേരത്തെ പറഞ്ഞു, അക്കൗണ്ടിങ് പീരീഡ് അവസാനമായിരിക്കും. അക്കൗണ്ടിങ് പീരീഡ് എന്ന് വിളിക്കുന്നത് 1 ജാനുവരിയിൽ ആരംഭിച്ച് 31 ഡിസംബറിൽ അവസാനിക്കും. അപ്പൊ 31 ഡിസംബർ ചില കാര്യങ്ങൾ ഫൈനാൻഷ്യൽ ഇയർ നമ്മൾ എടുക്കാറുണ്ട്. അതാണ് 1 ഏപ്രിൽ ആരംഭിച്ച് 31 മാർച്ചിൽ അവസാനിക്കും. അപ്പം ഇയർ എൻഡിൽ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിന്റെ വലതുവശം അസറ്റുകളാണ്. നമുക്കറിയാം, വലതുവശം എന്ന് വിളിക്കുന്നത് എപ്പോഴും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വശമാണ്. നമ്മളെല്ലാം വലത് കൈ വെച്ചാണ് മിക്കവാറും എല്ലാവരും എഴുതുന്നത്. വലത് കൈയാണ് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടം. അപ്പം വലതുവശം എന്ന് വിളിക്കുന്നത് അസറ്റുകളുടെ, ആസ്തികളുടെ, സ്വത്തുക്കളുടെ, നേട്ടങ്ങളുടെ സൈഡാണ്. എന്നാൽ ഇടതുവശം എന്ന് വിളിക്കുന്നത് ലൈബിലിറ്റി, നമ്മളെ സംബന്ധിച്ച കടങ്ങളുടെ, പിന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്, ക്യാപിറ്റലിന്റെ സൈഡാണ്. അപ്പം നമുക്കൊരു ബാലൻസ് ഷീറ്റ് വരയ്ക്കാം. ബാലൻസ് ഷീറ്റ് റൈറ്റ് സൈഡ് അസറ്റ് സൈഡ് ആണ്, ലെഫ്റ്റ് സൈഡ് എന്ന് വിളിക്കുന്നത് ക്യാപിറ്റൽ ആൻഡ് ലൈബിലിറ്റി. അപ്പൊ നമുക്ക് ഓരോന്നും നമുക്ക് നോക്കണം. എന്താണ് ഒരു അസറ്റ് എന്ന് വിളിച്ചാൽ? അസറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു നമ്മളുടെ സ്വത്തുക്കളാണ്. റഫായിട്ട് പറഞ്ഞാൽ സ്വത്തുക്കളായിട്ട് വരുന്നതാണ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഫർണിച്ചേഴ്സ്, ഫിക്സ്ചേഴ്സ്, മോട്ടോർ വെഹിക്കിൾ, ഗുഡ്വിൽ, പേറ്റന്റ്, കോപ്പിറൈറ്റ്. ഇതൊക്കെ സാധാരണ സിമ്പിൾ അസറ്റ് ആണ്. ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? സൺഡ്രി ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ഓവർഡ്രാഫ്റ്റ്, ഷോർട്ട് ടൈം ലൈബിലിറ്റീസ്. ഇതെല്ലാം ലൈബിലിറ്റി ആണെങ്കിൽ പിന്നീട് നമ്മുടെ ക്യാപിറ്റലാണ്. ഓരോ ഐറ്റം നമുക്ക് കൃത്യമായിട്ട് കാണാം. ആദ്യം എന്താണ് ഒരു അസറ്റ് എന്ന് പറഞ്ഞാൽ? അസറ്റ് എന്ന് വിളിക്കുന്നത് നമ്മുടെ ആസ്തി. ഈ അസറ്റുകൾ താഴെ പറയുന്ന രീതിയിൽ നമുക്കതിനെ ഡിവൈഡ് ചെയ്യാം. ഒന്ന് എന്ന് വിളിക്കുന്നത് കറണ്ട് അസറ്റ്സ്. കറണ്ട് അസറ്റ്സ് എന്താണ് ഒരു കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ? ഒരു കറണ്ട് അസറ്റ് മീൻസ്, ഒറ്റയടിക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പഠിച്ചു വെച്ചാൽ പരീക്ഷയ്ക്ക് 2 മാർക്ക് ഉറപ്പ്. കറണ്ട് അസറ്റ് ആർ ഇൻ ദ ഫോം ഓഫ് എ ക്യാഷ് or that can be converted into cash within a short period of time without loss of value. ഒന്നുകൂടെ നോക്കാം. Current assets are in the form of cash or that can be converted into cash within a short period of time without loss of value. ഒന്നുകിൽ ക്യാഷ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുക. എപ്പം? ഷോർട്ട് പീരീഡ്, ചെറിയ കാലയളവിനുള്ളിൽ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പം ഒരു ചെറിയ റൂൾ ഉണ്ട്, നിർബന്ധമില്ല. വിത്തൗട്ട് ലോസ് ഓഫ് വാല്യൂ, പണത്തിൽ കുറവില്ലാതെ ഒരു ചെറിയ സമയത്തിനുള്ളിൽ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്ന അസറ്റിന്റെ പേരാണ് കറണ്ട് അസറ്റ്സ്. നമുക്കറിയാം, കറണ്ട് പിടിച്ചാൽ നമ്മൾ ഷോക്ക് അടിക്കും.
അപ്പൊ അതുപോലെ വളരെ ഷോക്കുള്ള സാധനമാണ് കറണ്ട് അസറ്റ്സ് എന്ന് വിളിക്കുന്നത്, വിച്ച് ആർ ഇൻ ദ ഫോം ഓഫ് എ ക്യാഷ് ഓർ ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻടു ക്യാഷ് വിതിൻ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം വിതൗട്ട് ലോസ് ഓഫ് വാല്യൂ. അതായത് പണത്തിൽ എളിവില്ലാതെ ചെറിയ സമയത്തിനുള്ളിൽ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്ന അസറ്റിന്റെ പേരാണ് കറണ്ട് അസറ്റ്സ്. എക്സാമ്പിൾ നമുക്ക് കാണണ്ടേ? ഒന്നാമത്തെ ക്യാഷ് ഇൻ ഹാൻഡ്, നമ്മുടെ കൈവശമുള്ള ക്യാഷ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അസറ്റ്. അടുത്ത ക്യാഷ് അറ്റ് ബാങ്ക്, ബാങ്കിൽ കിടക്കുന്ന നമ്മുടെ ക്യാഷ്. പിന്നീട് വരുന്നതാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് വിറ്റ് നമുക്ക് പണം എടുക്കാം, പക്ഷെ പെട്ടെന്ന് കിട്ടില്ല. അടുത്തത് ഇൻവെസ്റ്റ്മെന്റ്, നമുക്ക് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ടെങ്കിൽ അത് കറണ്ട് അസറ്റ് ആണ്. സൺട്രി ഡെറ്റേഴ്സ്, നമ്മൾ കടപാട് സാധനങ്ങൾ വിറ്റിട്ട് നമുക്ക് പണം പിരിഞ്ഞു കിട്ടാനുള്ളതുകൊണ്ട് സൺട്രി ഡെറ്റേഴ്സ്. അപ്പൊ ഇതൊക്കെ കറണ്ട് അസറ്റിൽ വരുന്ന ഐറ്റംസ് ആണ്. ഇനി അടുത്ത ഐറ്റമാണ് ഫിക്സഡ് അസറ്റ്സ്. എന്താണ് ഒരു ഫിക്സഡ് അസറ്റ്സ് എന്ന് വിളിക്കുന്നത്? ഫിക്സഡ് അസറ്റ്സ് ആർ meant for use in the business and not for resale. അപ്പം ഫിക്സഡ് അസറ്റ് എന്ന് വിളിക്കുന്നത് ബിസിനസ്സിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി വാങ്ങി വെച്ചിരിക്കുന്ന അസറ്റുകളാണ് ഫിക്സഡ് അസറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഫോർ റീസെയിൽ. അത് എന്തിനു വേണ്ടിയുള്ളതല്ല? വിൽക്കാനുള്ളതല്ല. അപ്പം ബിസിനസ്സിൽ ഉപയോഗത്തിനു വേണ്ടി വാങ്ങി വെച്ചിരിക്കുന്ന അസറ്റ് ആണെങ്കിൽ അതിനെ ഫിക്സഡ് അസറ്റ് വിളിക്കാം. വെരി ഗുഡ് എക്സാമ്പിൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഏറ്റവും നല്ല ഫിക്സഡ് അസറ്റ് ആണ്. പ്ലാന്റ് ആൻഡ് മെഷീനറി, യന്ത്ര സാമഗ്രികൾ. 3 ഫർണിച്ചർ. 4 വെയറിംഗ് അപ്പാരൽസ്, ഫിക്സ്റ്റേഴ്സ്, മോട്ടോർ വെഹിക്കിൾ. ഇതൊക്കെ ഫിക്സഡ് അസറ്റുകളാണ്. അപ്പം ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഓർമ്മ നോക്കാം. ഇറ്റ് ഈസ് നോട്ട് ഫോർ റീസെയിൽ ബട്ട് യൂസ് ഇൻ ദ ബിസിനസ്. 2 മാർക്ക് ഈസി ആയിട്ട് മനസ്സിലായി. ഇനി വലിയ മാർക്കിന്റെ പ്രോബ്ലത്തിലേക്ക് നമ്മൾ കിടക്കുന്നതിന് മുമ്പേ അടുത്ത ഒരു അസറ്റ് കൂടെ നമുക്ക് പറയാം, ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. എന്താണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ? ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആർ ദോസ് അസറ്റ്സ് വിച്ച് കാനോട്ട് ബി സീൻ ഓർ ടച്ച്. തൊട്ടു നോക്കാൻ സാധിക്കാത്ത അസറ്റിനെയാണ്, കാണാൻ സാധിക്കാത്ത, തൊട്ടു നോക്കാൻ സാധിക്കാത്ത അസറ്റാണ് എന്ത്? ഇൻടാഞ്ചിബിൾ അസറ്റ്. വെരി ഗുഡ് എക്സാമ്പിൾ ഗുഡ് വിൽ. നമ്മുടെ സൽപ്പേര് എന്ന് വിളിക്കുന്നത് തൊട്ടു നോക്കാൻ പറ്റില്ല, ബട്ട് വി ക്യാൻ ഫീൽ ഇറ്റ്. എല്ലാവരും നമ്മളെ കാണുമ്പം, കവലയിൽ നമ്മളെ കാണുമ്പം അംഗീകരിക്കുന്നു. സ്ഥാപനമാകുമ്പോൾ നല്ല ബ്രാൻഡ് ഇമേജ്, ബ്രാൻഡ് ലോയലിറ്റി ഉണ്ട്, അതിന്റെ ബ്രാൻഡ് ഇക്വിറ്റി എന്നൊക്കെ വിളിക്കാം. അത് ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. പേറ്റന്റ്, കോപ്പിറൈറ്റ്, ഇതെല്ലാം തന്നെ ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. എങ്കിൽ ലാസ്റ്റ് അസറ്റ് ആണ് fictitious assets. Fictitious assets are those assets which are not backed by any logical assets. Logical assets ഇല്ലാതെ വെറുതെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നതാണ്. വെരി ഗുഡ് എക്സാമ്പിൾ ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഡെബിറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒരു ഫിക്റ്റീഷ്യസ് അസറ്റ് ആയിട്ട് നമ്മൾ കാണിക്കും. അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ വരുമ്പോൾ നമ്മൾ കറണ്ട് അസറ്റ്സ്, ദെൻ ഫിക്സഡ് അസറ്റ്സ്, പിന്നീട് നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, ഫിക്റ്റീഷ്യസ് അസറ്റ്സ്, വേണമെങ്കിൽ ഒരു വേസ്റ്റിംഗ് അസറ്റോട് നമുക്ക് കാണാൻ സാധ്യമാകും. അപ്പൊ ഇത്രയാണ് അസറ്റ് സൈഡിൽ വരുന്ന ഐറ്റം എങ്കിൽ ഇനി നമ്മൾ ലൈബിലിറ്റി സൈഡിൽ വരുന്ന ഐറ്റംസ് വിളിക്കുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണ്. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് മോശമുള്ള സൈഡാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്നത് നമ്മുടെ ബാധ്യതകൾ, നമ്മളെ പേടിപ്പെടുത്തുന്ന, നമ്മളെ ഭയപ്പെടുത്തുന്ന ബാധ്യതകളാണ്. ഏതൊക്കെയാണ്? ലോൺസ് ആൻഡ് അഡ്വാൻസസ്. പരീക്ഷയ്ക്ക് പ്രോബ്ലം കാണുമ്പോഴേ കാണും സൺട്രി ക്രെഡിറ്റേഴ്സ് ഫസ്റ്റ് ഐറ്റം ആണ്. അപ്പൊ നമുക്ക് ബാലൻസ് ഷീറ്റ് ലയബിലിറ്റീസിൽ ഫസ്റ്റ് ഐറ്റം ആണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് മിക്കവാറും കാണുന്നതാണ്. ഷോർട്ട് ടൈം ലോൺസ്, ലോങ് ടൈം ലോൺസ്, ഇതെല്ലാം തന്നെ ലയബിലിറ്റി ആണ്. പിന്നീടാണ് വരുന്ന ഐറ്റമാണ് ക്യാപിറ്റൽ. ക്യാപ് എന്ന് കേട്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര എളുപ്പമായല്ലോ. ക്യാപ് ഇറ്റ് ഓൾ. ക്യാപിറ്റൽ അതാണ്. ക്യാപ് ഇറ്റ് ഓൾ, എല്ലാത്തിനും മുകളിൽ തൊപ്പി വെച്ചിരിക്കുകയാണെങ്കിൽ അതാണ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ മീൻസ് amount of fund invested by the proprietor in the business. ബിസിനസ്സിൽ ഒരു പ്രൊപ്പറൈറ്റർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന തുകയുടെ പേരാണ് ക്യാപിറ്റൽ. അപ്പൊ മുതൽ മുടക്ക്, നമ്മൾ മുതൽ മുടക്ക് വേണമല്ലോ. നമ്മുടെ ഒരു സ്ഥാപനം ആരംഭിക്കാൻ നമുക്ക് മുതൽ മുടക്ക് ആവശ്യമില്ലേ? ഈ മുതൽ മുടക്കിനെയാണ് ക്യാപ് ഇറ്റ് ഓൾ എന്ന് വിളിക്കുന്ന, ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ കാണാം. ബാലൻസ് ഷീറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, നിശ്ചിത കാലയളവിന്റെ എൻഡിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അന്ന് മാത്രമാണ് അതിന്റെ റിലവൻസ് ഉള്ളത്. അതിന് വലതുവശം അസറ്റിന്റെ വശമാണ്, ഇടതുവശം വിളിക്കുന്നത് ലൈബിലിറ്റിയും ക്യാപിറ്റലും കൂടെ ചേരുന്നതാണ്. ഇനി നമുക്ക് ഒരു ഫോം ഓഫ് എ ബാലൻസ് ഷീറ്റ് നമുക്ക് പരിചയപ്പെടാം. ഇത് ഫോം ഓഫ് എ ബാലൻസ് ഷീറ്റ് ആണ് ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഒരു ബാലൻസ് ഷീറ്റിന്റെ ഫോം ആരംഭിക്കുന്നത് നമുക്ക്
ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പം either ലിക്വിഡിറ്റി ഓർഡർ ഓർ പെർമനൻസി ഓർഡർ ഫോളോ ചെയ്യും. ഒരു +1 സ്റ്റുഡന്റിനെ അപേക്ഷിച്ച് ഈ ലിക്വിഡിറ്റി ഓർഡറും പെർമനൻസി ഓർഡറും അത്ര കൃത്യമായിട്ട് ഫോളോ ചെയ്യണം നിർബന്ധമില്ല. ലിക്വിഡിറ്റി ഓർഡർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വിറ്റ് പണമാക്കാവുന്ന അസറ്റുകളാണ് അസറ്റിൽ ഇടുന്നത്. അതാണ് ലിക്വിഡിറ്റി ഓർഡർ. പെർമനന്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വിൽക്കാൻ പാടുള്ളത് ഏറ്റവും അവസാനം എഴുതുക. ഫിക്സഡ് അസറ്റ് ലാസ്റ്റ് ഒക്കെ ആയിട്ട് എഴുതും. ക്യാഷ് ഇൻ ഹാൻഡ് ഫസ്റ്റ് ഐറ്റം അസറ്റ് ഫസ്റ്റ് ഐറ്റം ആണ് ക്യാഷ് ഇൻ ഹാൻഡ്. നോക്കി നിങ്ങൾക്ക് ഫോമിലേക്ക് നോക്കാം, അപ്പൊ കാണാം ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ബിൽസ് റിസീവബിൾ, ഇൻവെസ്റ്റ്മെന്റ്, സണ്ടർ ഡെറ്റേഴ്സ്, ക്ലോസിംഗ് സ്റ്റോക്ക്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ഫർണിച്ചർ, മെഷീനറി, പ്രിമൈസസ്. ലാസ്റ്റ് വൺ ഗുഡ്വിൽ ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലയബിലിറ്റി സൈഡാണ് ഞാൻ പറഞ്ഞല്ലോ. ഫസ്റ്റ് ഐറ്റം ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ബാങ്കിൽ നമ്മൾ എക്സസ് ആയിട്ട് പിൻവലിച്ച് തൂക്കുകയാണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് വിളിക്കുന്നത്. എന്താണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഈസ് ആൻ അറേഞ്ച്മെന്റ് ബിറ്റ്വീൻ ബാങ്കർ ആൻഡ് എ കസ്റ്റമർ വെയർബൈ the customer is eligible to withdraw more than deposit in his account. അയാളുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ച തുകയേക്കാളും കൂടുതൽ പിൻവലിക്കാനുള്ള ഒരു കറണ്ട് അക്കൗണ്ട് ഹോൾഡറും ബാങ്കറും തമ്മിലുള്ള കരാറാണ് ഓവർ ഡ്രാഫ്റ്റ്. അപ്പൊ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ലയബിലിറ്റി സൈഡ് ഫസ്റ്റ് ഐറ്റം. സെക്കൻഡ് ഐറ്റം സൺഡേ ക്രെഡിറ്റേഴ്സ്. 3 ബിൽസ് പേയബിൾ, നമ്മൾ എപ്പോഴും BP എന്ന് വിളിക്കുന്ന ബിൽസ് പേയബിൾ. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആൻഡ് ലോൺസ്. പിന്നീട് ക്യാപിറ്റൽ ആയിരിക്കും വരുന്നത്. ക്യാപിറ്റലിനോടൊപ്പം നെറ്റ് പ്രോഫിറ്റ് നമ്മൾ കൂട്ടി കാണിക്കും. നെറ്റ് ലോസ് ആണെങ്കിൽ കുറച്ച് കാണിക്കും. ഡ്രോൺസ് ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാണിക്കുകയും ചെയ്യും. അപ്പം ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പം ക്യാപിറ്റലിനോടൊപ്പം നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ആഡ് ചെയ്യും, ഡ്രോയിങ്സ് നമ്മൾ കുറയ്ക്കും. അത് എപ്പോഴും നമ്മുടെ മനസ്സിൽ പ്രിന്റ് ചെയ്ത് വെക്കണം. ഇത് ടോട്ടൽ കൂട്ടുമ്പം നമുക്ക് ബാലൻസ് ഷീറ്റ് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പഠിക്കുന്നതിന് വേണ്ടി ഒരു പ്രോബ്ലം കൂടി തരാം. ആ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ലേറ്റർ ആയിട്ട് വിശദീകരിച്ച് തരികയും ചെയ്യാം. ഓക്കെ, താങ്ക് യു.